യേശുക്രിസ്തുവിന്റെ വറ്റാത്ത സ്നേഹവും സമാധാനവും ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വന്നു നിറയട്ടെ. ഇന്ന് നമ്മൾ ഒരൊറ്റ ഹൃദയമായി ഒന്നുചേരുന്ന ഈ പ്രാർത്ഥനായാത്രയുടെ 9-ാം ദിവസമാണ്. 10 മിനിറ്റിലധികം നീളുന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്ന വലിയൊരു ദൈവീക രഹസ്യം തിരിച്ചറിയാൻ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഒരുക്കുക. മകനേ, മകളെ, കഴിഞ്ഞ 8 ദിവസങ്ങളായി നീ ഒഴുക്കിയ കണ്ണുനീർ പാഴായിപ്പോയി എന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ അയൽപ്പക്കത്തുള്ളവർ നിന്നെ പരിഹസിക്കുന്നുണ്ടാകാം. നിന്റെ കടബാധ്യതകൾ കണ്ടിട്ട് നീ ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന് നിന്റെ ശത്രുക്കൾ വിധിയെഴുതിയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് രാവിലെ കൃത്യം 6 മണിക്ക് നമ്മൾ ഈ വചനത്തിന് മുന്നിലിരിക്കുമ്പോൾ നിനക്കുവേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു പുതിയ അധ്യായം എഴുതപ്പെടുകയാണ് എന്ന് നീ വിശ്വസിക്കുക. ഇത് വെറുമൊരു വീഡിയോ അല്ല, മറിച്ച് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശൂന്യതയിൽ ദൈവം നിനക്ക് നൽകുന്ന വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് ഈ 10 മിനിറ്റിലധികം നീളുന്ന സമയം നിന്റെ സകല ടെൻഷനുകളും മാറ്റിവെച്ച് ശാന്തമായി ഇരിക്കുക. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന വചനം സങ്കീർത്തനം 126 ആജ് 5 ആണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ സന്തോഷത്തോടെ കൊയ്യും. ഈ വചനം ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കുമുള്ള ഉത്തരമാണ്. 17 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ കണ്ണുനീരോടെ കാത്തിരിക്കുന്ന ആ മകൾക്കുവേണ്ടി നമ്മളിന്ന് ഒരുമിച്ച് അപേക്ഷിക്കുമ്പോൾ, നിന്റെ കണ്ണുനീർ ഒരു വിത്താണെന്നും അതിന്റെ ഫലം സന്തോഷമായി നിന്റെ കൈകളിൽ ദൈവം നൽകുമെന്നും നീ വിശ്വസിക്കുക. 43 വർഷമായി വാടക വീട്ടിൽ കഴിയുന്നവരും 35 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷവും സ്വന്തമായി ഒരു വീട്ടില്ലാതെ കഷ്ടപ്പെടുന്നവരും, പണി പാതി വഴിയിൽ നിലച്ചുപോയ വീട്ടിനെ ഓർത്ത് സങ്കടപ്പെടുന്നവരും ഈ വചനത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ കണ്ണുനീരോടെ വിതച്ച ആ പ്രാർത്ഥനകൾ സന്തോഷത്തിന്റെ കൊയ്ത്തായി ഉടനെ മാറും. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ അർത്ഥം വ്യക്തമാക്കുന്ന ഒരു ജീവിത സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണിത്. കടബാധ്യതകൾ കൊണ്ട് ആകെ തകർന്നുപോയ ഒരു കുടുംബമുണ്ടായിരുന്നു. ആകെയുള്ള ചെറിയ വീട് ജപ്തിയുടെ വക്കിലായിരുന്നു. വീട്ടിലെ ഗൃഹനാഥൻ തന്റെ സങ്കടം ആരോടും പറയാതെ രാത്രികളിൽ ദൈവത്തോടു മാത്രം കരഞ്ഞു പറഞ്ഞു. ഒരു ദിവസം അയാൾ തന്റെ വീടിന്റെ ഉമ്മറത്തിരിക്കുമ്പോൾ വഴിയേ വന്ന ഒരാൾ വണ്ടി നിർത്തി വിശേഷങ്ങൾ തിരക്കി. വർഷങ്ങൾക്ക് മുൻപ് ഈ മനുഷ്യൻ ചെയ്ത ഒരു ചെറിയ സഹായം ഓർത്തെടുത്ത ആ അപരിചിതൻ അയാളുടെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള ഒരു വഴി പറഞ്ഞുകൊടുത്തു എന്ന് മാത്രമല്ല, അതിനായി വലിയൊരു തുക മുൻകൂറായി നൽകുകയും ചെയ്തു. മാസങ്ങൾക്കുള്ളിൽ ആ കുടുംബത്തിന്റെ എല്ലാ കടങ്ങളും തീർന്നു. അവർ ആ പഴയ വീട് പുതുക്കി പണിതു. ആ മനുഷ്യൻ അന്ന് തിരിച്ചറിഞ്ഞ ഒരു വലിയ കാര്യമുണ്ട്. ദൈവം നമ്മുടെ കണ്ണുനീർ കാണുന്നത് ശിക്ഷിക്കാനല്ല, മറിച്ച് നമുക്ക് ഇരട്ടി സന്തോഷം നൽകാനാണ്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഇതുതന്നെയാണ്. 1.5 കോടിയുടെയും 3 കോടിയുടെയുമൊക്കെ ഭീമമായ കടഭാരത്താൽ തകർന്നുപോയ കുടുംബങ്ങളെ നീ കാണുന്നുണ്ടല്ലോ കർത്താവേ. കോടതി കേസുകളിൽ നീതിയുള്ള വിധി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി നമ്മൾ ഇന്ന് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്ലൈവുഡ്, ടിമ്പർ ബിസിനസ്സുകളിൽ തകർച്ച നേരിട്ടവർക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വഴിമുട്ടി നിൽക്കുന്നവർക്കും ദൈവം പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു നൽകും. വസ്തു വിൽക്കാൻ തടസ്സങ്ങൾ നേരിടുന്നവർക്കും ബാങ്ക് ജപ്തി ഭീഷണിയിൽ കഴിയുന്നവർക്കും മുന്നിൽ ദൈവം അപ്രതീക്ഷിതമായ സഹായങ്ങൾ എത്തിക്കും. നിരാശപ്പെടാതെ പ്രത്യാശയോടെ മുന്നോട്ടു പോകുക. രോഗത്തിന്റെ കഠിനമായ വേദനകൾ അനുഭവിക്കുന്നവർ ഇന്ന് പ്രത്യേകമായി വചനത്തിൽ വിശ്വസിക്കുക. അമ്മയുടെ വിട്ടുമാറാത്ത തലകറക്കം മാറാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അനിയത്തിയുടെ കണ്ണിന് വെളിച്ചം തട്ടാൻ കഴിയാത്ത അവസ്ഥയ്ക്കും 10 വർഷമായി വിട്ടുമാറാത്ത തലവേദനയ്ക്കും ഇന്ന് വിടുതൽ ലഭിക്കട്ടെ. ഭർത്താവിന്റെ കാലിലെ മുറിവ് ശസ്ത്രക്രിയ കൂടാതെ സുഖപ്പെടാൻ നമുക്ക് ആത്മാർത്ഥമായി അപേക്ഷിക്കാം. അതുപോലെ തന്നെ ടോൺസിലൈറ്റിസ്, മൈഗ്രെയിൻ, ഹൈ കൊളസ്ട്രോൾ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടി ഇന്ന് നമ്മൾ ഒരു വലിയ പ്രാർത്ഥനാ ചങ്ങലയായി മാറുകയാണ്. തെലങ്കാനയിൽ അപകടത്തിൽ 2 കൈകളും നഷ്ടപ്പെട്ട സുഹൃത്തിനു വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. അവനാവശ്യമായ ഇലക്ട്രിക് കരങ്ങൾ ലഭിക്കാൻ ദൈവം വഴിയൊരുക്കട്ടെ. കുഞ്ഞിന്റെ കണ്ണിലെ അസുഖവും സ്കിൻ പ്രോബ്ലംസും അങ്ങയുടെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആഴത്തിൽ 1 മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ 9-ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. കർത്താവേ,
നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മയിലെ ഓരോ സഹോദരങ്ങളുടെയും നിലവിളികൾ നീ കേൾക്കണമേ. 3 കോടിയോളം കടഭാരത്തിൽപ്പെട്ടുഴലുന്ന ആ കുടുംബത്തെ നീ അത്ഭുതകരമായി രക്ഷിക്കണമേ. അടഞ്ഞുപോയ എല്ലാ സാമ്പത്തിക വാതിലുകളും ബിസിനസ് വഴികളും നീ തുറക്കണമേ. 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മക്കൾക്ക് ഒരു തലമുറയെ നൽകി അനുഗ്രഹിക്കണമേ. രോഗത്തിന്റെ കിടക്കയിൽ കഴിയുന്ന അമ്മമാരുടെ തലകറക്കവും ശാരീരിക വേദനകളും നീക്കിക്കളയണമേ. മക്കളുടെയും കൊച്ചുമക്കളുടെയും രോഗാവസ്ഥകളിൽ അങ്ങയുടെ സൗഖ്യദായകമായ കരം നീട്ടണമേ. അപകടത്തിൽ കൈകൾ നഷ്ടപ്പെട്ട ആ സഹോദരന് സഹായമെത്തിക്കണമേ. പുകവലിക്കും മദ്യത്തിനും അടിമപ്പെട്ട ഭർത്താക്കന്മാരുടെയും മക്കളുടെയും ഹൃദയം നീ മാറ്റണമേ. പരീക്ഷയ്ക്കൊരുങ്ങുന്ന മക്കളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും റിസൾട്ട് വിഥൽഡായ മക്കൾക്കും നീ വെളിച്ചമാകണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ എന്നും നിറയട്ടെ. ആമേൻ. നമുക്ക് തുടരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സഹായം ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമായി മാറും. എംകോം, BSc നഴ്സിംഗ് പ്രാക്ടിക്കൽ, 10ാം ക്ലാസ്, +2 പരീക്ഷകൾക്കൊരുങ്ങുന്ന മക്കൾക്കു വേണ്ടി നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് ദൈവം മികച്ച ഫലം നൽകും. വിദേശത്ത് പോകാൻ വിസ തടസ്സങ്ങൾ നേരിടുന്നവർക്കും PR കാത്തിരിക്കുന്നവർക്കും ജർമ്മനിയിലേക്കും ദുബായിലേക്കും കുവൈറ്റിലേക്കും ജോലി സ്വപ്നം കാണുന്നവർക്കും ദൈവം വഴിതെളിക്കും. ഗവൺമെന്റ് ജോലിക്കായി കാത്തിരിക്കുന്ന മകൾക്ക് നീ വാതിൽ തുറന്നുകൊടുക്കണമേ. വഞ്ചനയിലൂടെ നഷ്ടപ്പെട്ട പണവും സ്വർണവും തിരികെ ലഭിക്കാൻ മറുഭാഗത്തുള്ളവരുടെ മനസ്സിൽ ദൈവം സ്നേഹം നിറയ്ക്കട്ടെ. കാനഡയിൽ ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന മകന് വിജയം ലഭിക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ പരസ്പരം താങ്ങാവണം. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നമ്മുടെ കൂടി സങ്കടമായി കണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ സമാധാനവും വിശുദ്ധിയും നിറയട്ടെ. മക്കളും മരുമക്കളും തമ്മിലുള്ള പിണക്കം മാറാൻ, കുടുംബങ്ങളിൽ ഐക്യമുണ്ടാക്കാൻ നമ്മളിന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു. ഫോൺ അഡിക്ഷൻ മൂലം വഴിതെറ്റുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ നീ നേർവഴിക്ക് നയിക്കണമേ. മക്കളുടെ വിവാഹ തടസ്സങ്ങൾ നീക്കി അനുയോജ്യമായ പങ്കാളികളെ ദൈവം നൽകട്ടെ. നിരാശപ്പെടാതെ പ്രത്യാശയോടെ മുന്നോട്ടു പോകുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുക. നമ്മൾ ഈ പ്രാർത്ഥനായാത്രയിൽ എന്നും ഒരുമിച്ചുണ്ടാകണം. നാളെ രാവിലെയും കൃത്യം 6 മണിക്ക് തന്നെ 10ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയ്ക്കായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഈ യാത്രയിൽ മുടങ്ങാതെ പങ്കെടുക്കുക. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.